നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. ആദ്യം പ്രധാന വാർത്തകൾ. സ്ത്രീശക്തിയുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്ന് പ്രധാനമന്ത്രി. ദരിദ്രർ, കർഷകർ, യുവാക്കൾ, വനിതകൾ എന്നീ 4 വിഭാഗങ്ങൾ രാജ്യപുരോഗതിയുടെ അടിസ്ഥാനമെന്നും നരേന്ദ്രമോദി. വിദൂര, അതിർത്തി, തീരദേശ, ദ്വീപ് മേഖലകളുടെ വികസനം കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനകളെന്ന് പ്രധാനമന്ത്രി. ഭാരതത്തെ വികസിത രാജ്യമാക്കുന്നതിൽ ലക്ഷദ്വീപിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് ഉത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി രാജ്യത്തിന്റെ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇറാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. ആക്രമണം സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷിക ചടങ്ങിനിടെ. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മത്സരം അരങ്ങേറുന്നത് 24 വേദികളിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ലീഡ്. മുഹമ്മദ് സിറാജിന് 6 വിക്കറ്റ് നേട്ടം. ആദ്യ ദിനം ഓൾ ഔട്ടായി ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും. വാർത്തകൾ വിശദമായി. സ്ത്രീശക്തിയുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ടവർ, കർഷകർ, യുവജനങ്ങൾ, സ്ത്രീകൾ എന്നീ 4 വിഭാഗങ്ങളുടെ വികസനമാണ് പുരോഗതിക്ക് അടിസ്ഥാനം. തൃശൂർ വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് ലക്ഷങ്ങൾ അണിനിരന്ന സ്ത്രീശക്തി സംഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വനിതകളുടെ ശക്തിയാണ് രാജ്യത്തെ മികവുറ്റതാക്കുന്നതെന്നും സ്ത്രീകൾക്കൊപ്പമാണ് കേന്ദ്ര സർക്കാരെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച വിവിധ വികസന പദ്ധതികളെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. കേരളത്തിൽ മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം പരാമർശിച്ചു. ബേട്ടിയാനെ ഭാരത് की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है. एवी कट्टीमालु अम्मा, अकम्मा चेरियन, रोसम्मा पनूस जैसी वीरांगनाओं ने स्वतंत्रता आंदोलन को नई ऊर्जा दी. വനിതാ സംവരണ ബിൽ പാസാക്കിയതിനുള്ള നന്ദി സൂചകമായി പ്രധാനമന്ത്രിയെ ബിജെപി കേരള ഘടകം ആദരിച്ചു. പ്രമുഖ വനിതാ വ്യക്തിത്വങ്ങളായ നടി ശോഭന, പി.ടി. ഉഷ എം.പി., വയനാട്ടിൽ നിന്നുള്ള ക്രിക്കറ്റ് താരം മിന്നുമണി, ഗായിക വൈക്കം വിജയലക്ഷ്മി, മറിയക്കുട്ടി, ബീന കണ്ണൻ, ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ, മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷ നിവേദിത സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിട്ടു. കേരളത്തിലെ ധീര വനിതകളെ അനുസ്മരിച്ച പ്രധാനമന്ത്രി അവർ രാജ്യത്തിനു തന്നെ പ്രചോദനമാണെന്നും പറഞ്ഞു. ലോകത്തെ വിവിധയിടങ്ങളിലെ സംഘർഷങ്ങളിൽ പ്രവാസികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞതായി പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യ മുന്നണി ജനങ്ങളുടെ വിശ്വാസങ്ങളെ വ്രണപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രാഷ്ട്രീയം ദൌർഭാഗ്യകരമാണ്. ശബരിമലയിൽ ഭക്തർ വളരെയധികം ബുദ്ധിമുട്ടാണ് നേരിടുന്നതെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാന സർക്കാർ അഴിമതിയും സ്വജനപക്ഷപാതവുമാണ് നടത്തുന്നതെന്നും കേരളത്തിലെ ഇന്ത്യ മുന്നണിയെ ബിജെപി തോൽപ്പിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. സ്വരാജ് റൌണ്ട് മുതൽ നായ്ക്കനാൽ വരെ പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോ വീക്ഷിക്കാൻ 10,000ങ്ങളാണ് എത്തിയത്. ന്യൂസ് ഡെസ്ക് ദൂരദർശൻ. റോഡ് ഷോ ആയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീശക്തി സമ്മേളനം നടന്ന വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്ത് എത്തിയത്. ആവേശകരമായ റോഡ് ഷോയെ സ്വീകരിക്കാനായി വൻ ജനസാഗരമാണ് റോഡിന് ഇരുവശവും അണിനിരന്നത്. ജനങ്ങളെ കൈവീശി അഭിവാദ്യം ചെയ്താണ് തുറന്ന വാഹനത്തിൽ പ്രധാനമന്ത്രി നീങ്ങിയത്. സമ്മേളന നഗരിയിലെത്തിയപ്പോൾ വാഹനത്തിൽ നിന്നിറങ്ങി ജനസഞ്ചയത്തിന് നടുവിലൂടെ നടന്നാണ് പ്രധാനമന്ത്രി വേദിയിലെത്തിയത്. കേരളത്തിലെ എന്റെ അമ്മമാരെ, സഹോദരിമാരെ, സ്ത്രീ ശക്തി मुझे आशीर्वाद देने आई है. मैं आपका बहुत बहुत आभारी हूं.
की कल्चरल कैपिटल त्रिशूर से निकलने वाला ये संदेश पूरे केरला में नई चेतना का संचार करेगा। नारी शक्ति का सामर्थ्य कितना बड़ा होता है। केरला की बेटियां ने भारत की आजादी, संस्कृति और संविधान के निर्माण में महत्वपूर्ण भूमिका निभाई है। आज जब हम विकसित भारत की बात कर रहे हैं तो उसमें नारी शक्ति को हम एक सशक्त फोर्स बनाना चाहते हैं। आने वाले समय में हमारी माताओं, बहनों, बेटियों के लिए अवसर ही अवसर आने वाले हैं, क्योंकि आपके पास है मोदी युडे गारंटी। പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ ഗ്യാരണ്ടി നടപ്പാക്കുന്നതിൽ സംസ്ഥാന സർക്കാർ തടസ്സം നിൽക്കരുതെന്ന് ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ. തൃശൂരിൽ സ്ത്രീശക്തി മോദിക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ദൂരദർശനോട് പ്രതികരിക്കുകയായിരുന്നു അവർ. പ്രധാനമന്ത്രി ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ഈ വേദി വിട്ടിറങ്ങിയത് ഇന്ന് തൃശ്ശൂരിൽ നിന്നും. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ നമുക്ക് നൽകുന്നത്? അത് വെറും വാഗ്ദാനങ്ങളല്ലല്ലോ, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ എങ്ങനെയാണ് രാജ്യവ്യാപകമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചത്. അതിന് അദ്ദേഹം പറഞ്ഞത് മോദി ഗ്യാരണ്ടി എന്നാണ്. അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകാനായി രാജ്യത്തെ ജനങ്ങൾ ആദ്യം ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്ന ഒരു വാക്ക് പോലും പ്രാവർത്തികമാക്കാതിരിക്കില്ല, ഞാൻ ഈ രാജ്യത്തിൻ്റെ സേവകനാണ്, ഞാൻ ഈ രാജ്യത്തിൻ്റെ കാവൽക്കാരനാണ്, ഞാൻ ഇവിടുത്തെ സമസ്ത മേഖലയുടെയും പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ കഴിഞ്ഞ 10 വർഷത്തോളമായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ റോൾ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അതീവ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീമാൻ നരേന്ദ്രമോദി പറഞ്ഞു. ഈ ഗ്യാരണ്ടികളെ കുറിച്ചെല്ലാം അദ്ദേഹം ഓർമ്മപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളോട് മാത്രമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് കൂടിയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അനുകൂലമായി മാറുന്നതിന്റെ പ്രതീകമാണ് തൃശൂരിലുണ്ടായ വൻ ജനപങ്കാളിത്തമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ്. തൃശൂർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജനാവലിയാണ് അദ്ദേഹത്തെ എതിരേറ്റത്. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ നടന്ന മഹിളാ സമ്മേളനവും അതിനു മുമ്പ് നടന്നിട്ടുള്ള റോഡ് ഷോയും തൃശ്ശൂരിൻ്റെയും കേരളത്തിൻ്റെയും ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തമുള്ള സമ്മേളനമായി. 2 ലക്ഷം പേർ പങ്കെടുക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയെങ്കിലും അതിനേക്കാളും അപ്പുറത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ശ്രീ നരേന്ദ്രമോദിജിയെ സ്വീകരിക്കാൻ വേണ്ടി റോഡ് ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒഴുകിയെത്തിയിട്ട്. തീർച്ചയായിട്ടും കേരളത്തിൻ്റെ രാഷ്ട്രീയം നരേന്ദ്രമോദിജിക്ക് അനുകൂലമായിട്ട് മാറുന്നു, കേരളവും മോദിയോടൊപ്പം നീങ്ങുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇന്ന് നടന്ന ഈ 2 വലിയ പരിപാടികളും. കേരളം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു പ്രതീകമാണ്. ആഗോള ടൂറിസം ഭൂപടത്തിൽ ലക്ഷദ്വീപിനെ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കവരത്തി ദ്വീപിൽ 1200 കോടിയോളം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിച്ചു. വികസിത ഇന്ത്യ സൃഷ്ടിക്കുന്നതിൽ ലക്ഷദ്വീപിന് വലിയ പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ലക്ഷദ്വീപിൽ നടന്ന G20 യോഗം ദ്വീപ് സമൂഹത്തിന് അന്താരാഷ്ട്ര അംഗീകാരം നേടിക്കൊടുത്തതായും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ലക്ഷദ്വീപിന്റെ സമഗ്ര പുരോഗതി ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കവരത്തിയിലെ ജനങ്ങളുടെ ജീവിതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. केंद्र सरकार की प्राथमिकता है आज यहां लगभग 1200 करोड़ रुपए के प्रोजेक्ट्स का शिलान्यास और लोकार्पण हुआ है। ये इंटरनेट, बिजली, पानी, स्वास्थ्य और बच्चों की देखभाल से जुड़े प्रोजेक्ट हैं।
സ്വാതന്ത്ര്യാനന്തരം അധികാരത്തിലെത്തിയ വിവിധ സർക്കാരുകൾ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ വികസനത്തിന് മാത്രമായിരുന്നു മുൻഗണന നൽകിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും മുൻഗണന നൽകി. ഹജ്ജ് തീർത്ഥാടകർക്ക് തടസ്സമില്ലാത്ത യാത്ര സാധ്യമാക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. കവരത്തിയിലെ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ലാപ്ടോപ്പ്, സൈക്കിൾ, കിസാൻ, ആയുഷ്മാൻ കാർഡ് എന്നിവയും വിതരണം ചെയ്തു. കൊച്ചി ലക്ഷദ്വീപ് സബ്മറൈൻ ഒപ്റ്റിക്കൽ ഫൈബർ കണക്ഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. ലക്ഷദ്വീപിനെ ലോജിസ്റ്റിക് ഹബ്ബായി വികസിപ്പിക്കാനുള്ള സാധ്യത ഇതിലൂടെ ശക്തിപ്പെടുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ദൂരദർശൻ. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ലക്ഷദ്വീപിലെ ഒരു വനിതാ കൂട്ടായ്മ. ദീപശ്രീ വനിതാ കൂട്ടായ്മ അംഗങ്ങളുമായി സംവദിക്കുകയാണ് അബ്ദുൾ സലാം. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ വേദിയിൽ കാണാനും അദ്ദേഹത്തിന് ഉപകാരം സമർപ്പിക്കാനും ലക്ഷദ്വീപിൽ നിന്നും അവസരം ലഭിച്ച ദീപശ്രീ പ്രവർത്തകരാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ലക്ഷദ്വീപിലേക്ക് കടന്നു വന്നത്. എന്നിട്ട് നിങ്ങളോട് ആരെയും അടുത്തു നിന്ന് സംസാരിക്കാനും അദ്ദേഹത്തിന് ഉപകാരം സമർപ്പിക്കാനുള്ള അവസരം ലഭിച്ചു. മോദി സാറിനെ കാണാൻ പറ്റിയതിൽ അതിയായ സന്തോഷമുണ്ട്. എനിക്കും എന്റെ ടീം അംഗങ്ങൾക്കും. മാത്രമല്ല കൂടെയുള്ള 2 അംഗങ്ങൾ ഒരാൾ ഉപഹാരം സമർപ്പിക്കുകയും പിന്നെ ഒരാൾ പൊന്നാട അണിയിക്കുകയും ചെയ്തു. അതിലേറെ സന്തോഷം. അത് നമ്മളെ കാണാനായിട്ട് ദ്വീപ് വരെ വന്നെത്തിയില്ല ഇത്രയും തിരക്കിനിടയിൽ. അതും വളരെ സന്തോഷമാണ്. ഞങ്ങളുടെ ടീമിന്റെ പേര് ബർക്ക ദീപശ്രീ എന്നാണ്. കാണാനെത്തിയ മോദി സാറിനും അഡ്മിനിസ്ട്രേഷനും പിന്നെ DNRLM-നും അലിക്ക സാറിനും അതിയായ നന്ദി അറിയിക്കുന്നു. ആത്മനിർഭർ ഭാരത് ഉത്സവത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രിമാരായ S. ജയശങ്കറും പീയൂഷ് ഗോയലും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. രാജ്യത്തിന്റെ വൈവിധ്യം പ്രകടമാകുന്ന വേദിയാണ് ആത്മനിർഭർ ഭാരത് ഉത്സവമെന്ന് കേന്ദ്രമന്ത്രി ജയശങ്കർ പറഞ്ഞു. And the results of this you can see in our exports, because it is not just that our exports are at the highest ever. I am into my 5th decade in the government. ഇന്ത്യയുടെ വളർന്നുവരുന്ന ശക്തികളെ പ്രതിനിധീകരിക്കുന്നത് ആത്മനിർഭർ ഭാരത് ഉത്സവമാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഈ മാസം 10-നാണ് ഉത്സവത്തിന് സമാപനമാകുക. एक ऐसा स्थान जो नए भारत के प्रतीक के रूप में आज पूरे विश्व के सामने खड़ा हुआ है. ഈ വർഷം 2274 കേഡറ്റുകൾ 1 മാസം നീണ്ടു നിൽക്കുന്ന NCC റിപ്പബ്ലിക് ദിന ക്യാമ്പിൽ പങ്കെടുക്കുമെന്ന് NCC ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ ഗുർബീൽ പാൽ സിംഗ്. 907 പെൺകുട്ടികളാണ് ക്യാമ്പിന്റെ ഭാഗമാകുന്നത്. യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി 25 സൌഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള കേഡറ്റുകളുടെയും ഓഫീസർമാരുടെയും പങ്കാളിത്തത്തിനും ക്യാമ്പ് സാക്ഷ്യം വഹിക്കുമെന്ന് NCC ഡയറക്ടർ വ്യക്തമാക്കി. ഇറാന്റെ സേനാ ജനറലായിരുന്ന ഖാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷിക ചടങ്ങിനിടെ ഉണ്ടായ ഇരട്ട സ്ഫോടനങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. സ്ഫോടനത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. പലരുടെയും പരിക്ക് ഗുരുതരമാണ്. തെക്കൻ നഗരമായ കെർമാനിലെ സാഹിബ് അൽ സമാൻ പള്ളിക്ക് സമീപം 10 മിനിറ്റ് ഇടവേളകളിലാണ് സ്ഫോടനങ്ങളുണ്ടായത്. ഭീകരാക്രമണമാണ് നടന്നതെന്ന് കെർമൻ ഡെപ്യൂട്ടി ഗവർണർ റഹ്മാൻ ജലാലി പറഞ്ഞു. ഇറാന്റെ സായുധ സേനകളിലൊന്നായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ ഉപവിഭാഗമായ ഖുദ്സ് ഫോഴ്സിന്റെ തലവനായിരുന്ന സുലൈമാനിയെ 2020 ജനുവരി 3-ന് ഇറാഖിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ US വധിക്കുകയായിരുന്നു. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശ്രമം മൈതാനത്ത് കൌമാരമേള ഉദ്ഘാടനം ചെയ്യും. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ S. ഷാനവാസ് പതാക ഉയർത്തും. സ്വാഗതഗാനത്തിന് ചലച്ചിത്ര താരം ആശാ ശരത്തും സ്കൂൾ വിദ്യാർത്ഥികളും നൃത്താവിഷ്കാരം ഒരുക്കും. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ കലാവിരുന്നും ഉണ്ടാകും. കൊല്ലത്ത് നിന്നും ശ്രീകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കലയുടെ പൂരം കൊല്ലത്തരങ്ങേറുമ്പോൾ നഗരത്തിലെ പ്രധാന വഴികളെല്ലാം ചെന്നെത്തുന്നത് 24 വേദികളിലേക്കാണ്. കൊല്ലത്തിന്റെ മഹാരഥന്മാരുടെ ഓർമ്മ പുതുക്കി വേദികൾ അവരുടെ നാമത്തിൽ അറിയപ്പെടുന്നു. ONV മുതൽ കുണ്ട്ര ജോണി വരെയുള്ളവരുടെ പേരിലുള്ള വേദികൾ കലാപ്രതിഭകളുടെ വസന്തകാലത്തിന് സാക്ഷ്യം വഹിക്കും. പഴയിടത്തിന്റെ പുതുമയുള്ള രുചിക്കൂട്ടും തൃശൂർ സ്വദേശി ഉമ്മറും സംഘവും തയ്യാറാക്കിയ മനോഹരമായ പന്തലും കൌമാര കലോത്സവത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവങ്ങളാണ്. 60,000 ചതുരശ്രടി വലുപ്പത്തിലാണ് മുഖ്യവേദിയായ ONV സ്മൃതി. കേരളത്തിലെ ആദ്യ വിമാനമിറങ്ങിയ ആശ്രാമം മൈതാനം കലോത്സവത്തിനായി ജനലക്ഷങ്ങളെ കാത്തിരിക്കുകയാണ്. സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളുടെ രാപ്പകലില്ലാത്ത അധ്വാനം കലോത്സവ നടത്തിപ്പിനെ വേറിട്ടതാക്കി. എല്ലാ തരത്തിലും എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് എന്ത് വേണം എന്നുള്ള ചിന്തയിൽ കൊല്ലത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ മുന്നിൽ നിൽക്കുമ്പോൾ അവരെ സഹായിക്കാൻ അതിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പും മറ്റെല്ലാ വകുപ്പുകളും ചേർന്നുകൊണ്ടുള്ള
വലിയ ഒരു കലാമേള, കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ മഹാമേളയായി ഈ കലോത്സവം മാറ്റാനുള്ള പരിശ്രമത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പും ജനങ്ങളും അധ്യാപക സംഘടനകളും എല്ലാവരും. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലും വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടിയും അവസാനവട്ട ഒരുക്കങ്ങൾ വേദികളിലെത്തി വിലയിരുത്തി. 117.5 പവന്റെ സ്വർണ്ണക്കപ്പും ആഘോഷമായി കോഴിക്കോട് നിന്നും കൊല്ലത്തെത്തി. 5-ാം നാൾ അറിയാം സ്വർണ്ണക്കപ്പിന്റെ പുതിയ അവകാശികൾ ആരെന്ന്. കലയുടെ മാരുവില്ലഴക് വിരിക്കാൻ മത്സരാർത്ഥികൾ കൊല്ലത്ത് എത്തിത്തുടങ്ങി. കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. കലയുടെ ഇല്ലത്തെ 5 ദിനരാത്രങ്ങൾ കലാപ്രേമികൾക്ക് ദൃശ്യ ശ്രവ്യ വിരുന്നൊരുക്കും. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ബി ശ്രീകുമാർ. ചരിത്രത്തിലാദ്യമായി ഗോത്രവർഗ കല കലോത്സവത്തിന്റെ ഭാഗമായി പ്രദർശന ഇനമാകുന്നു. കാസർഗോഡ് ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഗേൾസ് സ്കൂളിലെ കുട്ടികളാണ് ഗോത്രവർഗ കലയായ മംഗലം കളി അവതരിപ്പിക്കാൻ കൊല്ലത്തെത്തിയത്. കുട്ടികളെ കാണാൻ മന്ത്രിയും കളക്ടറും എത്തി. കാണാം റിപ്പോർട്ട്. കാസർഗോഡ് സ്വദേശിയായ കൊല്ലം ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ജന്മനാട്ടിലെ കുട്ടികളെ കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം. അതും ഗോത്രവർഗകലയായ മംഗലം കളി അവതരിപ്പിക്കാൻ കൊല്ലത്തെ കലോത്സവ നഗരിയിൽ എത്തിയപ്പോൾ. കുട്ടികൾക്ക് അറിയില്ലായിരുന്നെങ്കിലും കളക്ടർ സ്വയം പരിചയപ്പെടുത്തി താനും ഒരു കാസർഗോഡുകാരനാണെന്ന്. പിന്നെ സെൽഫി എടുക്കണം. സന്തോഷം കൊണ്ട് കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയും കുട്ടികളെ കാണാനെത്തി. പിന്നെ പറഞ്ഞറിയിക്കണോ, 2 വരി പാടണമെന്ന് കളക്ടർ. എങ്കിൽ 4 പേർ ചേർന്ന് പാടാമെന്ന് കുട്ടികൾ. അങ്ങനെ മംഗലകളി എന്ന കാസർഗോഡിന്റെ കല്യാണക്കളി കൊല്ലത്തിന് പരിചയമായി. ഇത് സാമ്പിൾ മാത്രം. കലോത്സവ ഉദ്ഘാടനത്തിന് മുമ്പ് മുഖ്യവേദിയിൽ പാട്ടും നൃത്തവുമായി കുട്ടികളെത്തും. കാണാൻ മറക്കരുത്. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്തു നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ഇത്ര വേഗം പണം ഡബിൾ? ഓ, അടയ്ക്കുന്നോ? എങ്കിൽ ദുഃഖിക്കും. ഇങ്ങോട്ട് താ. ഇത്തരം ആകർഷക സ്കീമിൽ പണമടയ്ക്കുന്നത് അത് അപകടം വരുത്തിയേക്കാം. അതുകൊണ്ട് ആദ്യം വിശദ പരിശോധന, പിന്നെ പണമടയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പണമാകും. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ. കേന്ദ്ര ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചുവരുന്ന വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി രാജ്യത്തുടനീളം 1,64,00,000 ആയുഷ്മാൻ കാർഡുകൾ വിതരണം ചെയ്തു. ആയുഷ്മാൻ കാർഡുകളിലൂടെ ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ ലഭിക്കും. PM ഉജ്ജ്വല യോജനയ്ക്ക് കീഴിൽ 9 ലക്ഷത്തിലധികം ആളുകൾക്ക് സൌജന്യ പാചക ഇന്ധനം ലഭ്യമാക്കിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. ആത്മനിർഭർ നിധിക്ക് കീഴിൽ 6,79,000-ത്തിലധികം തെരുവ് കച്ചവടക്കാർക്ക് വായ്പ നൽകിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ഈ മാസം 25-നകം രാജ്യത്തെ 2,60,000-ത്തിലധികം ഗ്രാമപഞ്ചായത്തുകളിൽ പര്യടനം നടത്താനാണ് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ലക്ഷ്യമിടുന്നത്. വികസിത് ഭാരത് സങ്കൽപ് യാത്ര പത്തനംതിട്ട ജില്ലയിലെ കോന്നി പഞ്ചായത്തിലെത്തി. പഞ്ചായത്ത് അംഗം CS സോമൻ യാത്ര ഉദ്ഘാടനം ചെയ്തു. കർഷകനായ ബാബു കൃഷി അനുഭവങ്ങളും കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ച ആനുകൂല്യങ്ങളെപ്പറ്റിയും ചടങ്ങിൽ വിവരിച്ചു. വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ കേന്ദ്ര പദ്ധതികളെപ്പറ്റിയുള്ള ബോധവൽക്കരണം നടത്തി. വികസിത് ഭാരത് സങ്കൽപ് യാത്ര തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തലയിൽ പര്യടനം നടത്തി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മണ്ണന്തല ശാഖയിൽ നടന്ന ചടങ്ങ് ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം RS രാജീവ് ഉദ്ഘാടനം ചെയ്തു. PM ഉജ്ജ്വല യോജനയിലൂടെ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ഗ്യാസ് കണക്ഷനുകൾ വിതരണം ചെയ്തു. വിവിധ സർക്കാർ പദ്ധതികളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. എറണാകുളം കുന്നത്തുനാട് മണ്ഡലത്തിലെ നെല്ലാട് വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തി. റൂറൽ സെൽഫ് എംപ്ലോയ്മെന്റ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ രാജേഷ് ജി ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കർഷകരെ ആദരിച്ചു. കേന്ദ്ര പ്രതിനിധികൾ വിവിധ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ മെഡിക്കൽ ക്യാമ്പും ഒരുക്കിയിരുന്നു. PM ഉജ്ജ്വല യോജന പ്രകാരം ഗുണഭോക്താക്കൾക്ക് സൌജന്യ പാചകവാതക കണക്ഷൻ നൽകി.
വികസിത് ഭാരത് സങ്കൽപ് യാത്രയുടെ ഭാഗമായി കോന്നി പഞ്ചായത്തിൽ നടന്ന മേരി കഹാനി മേരി സുബാനി പരിപാടിയിൽ പങ്കെടുത്ത നിരവധി കേന്ദ്ര പദ്ധതി ഗുണഭോക്താക്കൾ അനുഭവങ്ങൾ പങ്കുവച്ചു. PM ഉജ്ജ്വല യോജനയുടെ ഗുണഭോക്താവായ സിനിയുടെ പ്രതികരണത്തിലേക്ക്. സിനി, ഞാൻ പാറവട്ടം സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ സാധാരണ വിറകടുപ്പിലാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഉജ്ജ്വൽ പദ്ധതിയെക്കുറിച്ച് അറിയുകയും ഞാൻ ഗ്യാസ് കണക്ഷൻ അപേക്ഷിക്കുകയും ചെയ്തു. എനിക്ക് ലഭിക്കുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിനും മോദിജിക്ക് എന്റെ നന്ദി. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷ ഈ അധ്യയന വർഷം മുതൽ ഓൺലൈനായി നടത്തുമെന്ന് മന്ത്രി ആർ ബിന്ദു. ഇതിനായി ഉത്തരവിറക്കാൻ മന്ത്രിസഭായോഗം അനുമതി നൽകി. പരീക്ഷ സമയബന്ധിതമായും കൂടുതൽ കാര്യക്ഷമമായും നടത്താനാണ് ഈ തീരുമാനമെന്നും മന്ത്രി പറഞ്ഞു. ചോദ്യങ്ങൾ സജ്ജീകരിക്കൽ, അച്ചടി, ഗതാഗതം, OMR അടയാളപ്പെടുത്തൽ, മൂല്യനിർണ്ണയം എന്നിവ ഉൾപ്പെടുന്ന നിലവിലെ പരീക്ഷാ നടത്തിപ്പിന്റെ ബുദ്ധിമുട്ടുകൾ പരിഗണിച്ച് പരീക്ഷ ഓൺലൈനായി നടത്താനുള്ള നിർദ്ദേശം പ്രവേശന പരീക്ഷാ കമ്മീഷണർ സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിച്ചിരുന്നു. സംസ്ഥാനത്ത് ഭൂമി തരംമാറ്റത്തിനുള്ള അപേക്ഷകൾ തീർപ്പാക്കുന്നതിനായി RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അദാലത്തുകൾ നടത്തുമെന്ന് മന്ത്രി കെ രാജൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 15-ന് മാനന്തവാടിയിൽ ആരംഭിച്ച് അടുത്ത മാസം 17-ന് ഫോർട്ട് കൊച്ചിയിൽ അവസാനിക്കത്തക്ക വിധമാണ് സംസ്ഥാനത്തെ 27 RDO ഓഫീസുകളിലുമായി അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഒരു പ്രദേശത്തെ ക്ലസ്റ്ററായി തിരിച്ച് ഒരു സ്ഥലത്ത് പരിശോധനയ്ക്ക് പോകുമ്പോൾ ആ ഭാഗത്ത് അപേക്ഷ കൊടുത്ത മുഴുവൻ ആളുകളുടെയും പരിശോധിച്ച് നിശ്ചിതമായൊരു തീയതിയിൽ RDO ഓഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ RDO ഓഫീസ് നിലനിൽക്കുന്ന കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അദാലത്തുകൾ നടത്തണം എന്ന ധാരണയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. ജനുവരി 15-ന് മാനന്തവാടിയിൽ ആകാശഗംഗാ യാത്രയുടെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സംഘം മന്ത്രി ആർ ബിന്ദുവിനെ സന്ദർശിച്ചു. മന്ത്രിയുടെ വസതിയിലായിരുന്നു കൂടിക്കാഴ്ച. കോഴിക്കോട് ദേവർകോവിൽ KVKM UP സ്കൂളിലെ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുടെ സംഘമാണ് മന്ത്രിയെ സന്ദർശിച്ചത്. ദേവർകോവിൽ മുതൽ തിരുവനന്തപുരം വരെയാണ് യാത്ര. ഭിന്നശേഷിക്കാരായ 8ഓളം വിദ്യാർത്ഥികളും വിദ്യാലയത്തിലെ വിവിധ ക്ലാസുകളിൽ പഠിക്കുന്ന 15 വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ 43 അംഗങ്ങളാണ് സംഘത്തിലുണ്ടായിരുന്നത്. ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിരുന്നൊരുക്കി. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നടന്ന വിരുന്നിൽ മത, കല, സാംസ്കാരിക, സാമൂഹ്യ, വ്യവസായ രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. സഹകരണ നിക്ഷേപ സമാഹരണം ഈ മാസം 10-ന് ആരംഭിക്കുമെന്ന് മന്ത്രി VN വാസവൻ തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്ത മാസം 10 വരെയുള്ള നിക്ഷേപ സമാഹരണത്തിലൂടെ 9,000 കോടി രൂപയുടെ നിക്ഷേപം കൈവരിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. നിക്ഷേപ സമാഹരണ യജ്ഞം ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ആരംഭിക്കുകയാണ്. ജനുവരി 10-ന് തിരുവനന്തപുരത്ത് സഹകരണ ഭവനിൽ വെച്ച് നിക്ഷേപ സമാഹരണ യജ്ഞത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടക്കും. അതിൽ പ്രധാനപ്പെട്ട ഈ ജില്ലയിലെ സംഘങ്ങൾ ഉൾപ്പെടെ നിക്ഷേപത്തിന്റെ ഒരു നല്ല ശതമാനം അന്ന് തന്നെ കൊണ്ടുവരുന്ന രൂപത്തിലേക്കാണ് അത് പ്ലാൻ ചെയ്യുന്നത്. സംസ്ഥാനത്തൊട്ടാകെ എല്ലാ സംഘങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. അതിൽ ക്രെഡിറ്റ് മാത്രമല്ല നോൺ ക്രെഡിറ്റും ഇതിൽ പങ്കെടുക്കണം എന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. 3, ഈ മേഖലയിൽ നിക്ഷേപ സമാഹരണ യജ്ഞം ആരംഭിക്കുമ്പോൾ പലിശ നിരക്കിൽ വർധനവ് കാലോചിതമായി വരുന്നത്. അപ്പോൾ നിരവധി കൊമേഴ്സ്യൽ ബാങ്കുകളും നാഷണലൈസ്ഡ് ബാങ്കുകളും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈ അടുത്ത കാലത്ത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സ്വാഭാവികമായി നിക്ഷേപ സമാഹരണ യജ്ഞത്തിലേക്ക് വരുമ്പോൾ സഹകരണ മേഖലയിൽ വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കായിക വാർത്തകൾ. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 36 റൺസിന്റെ ലീഡ്. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്ക 1ാം ഇന്നിംഗ്സിൽ 55 റൺസിന് ഓൾ ഔട്ടായി. 15 റൺസ് വഴങ്ങി 6 വിക്കറ്റ് നേടിയ മുഹമ്മദ് സിറാജിന്റെ പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കൻ സ്കോർ 55-ൽ ഒതുക്കിയത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 1ാം ഇന്നിംഗ്സ് ലീഡ് നേടി 153 റൺസിന് എല്ലാവരും പുറത്തായി. ഇന്ത്യയുടെ 6 ബാറ്റർമാർ 0-ന് പുറത്തായി. തുടർന്ന് 2ാം ഇന്നിംഗ്സിന് ക്രീസിലെത്തിയ ദക്ഷിണാഫ്രിക്ക 1ാം ദിനം കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എടുത്തിട്ടുണ്ട്. ആദ്യ ദിനം 23 വിക്കറ്റുകളാണ് കേപ്പ് ടൌണിൽ വീണത്.
പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീശക്തിയുടെ വികസനമാണ് രാജ്യത്തിന്റെ വികസനമെന്ന് പ്രധാനമന്ത്രി. ദരിദ്രർ, കർഷകർ, യുവാക്കൾ, വനിതകൾ എന്നീ 4 വിഭാഗങ്ങൾ രാജ്യപുരോഗതിയുടെ അടിസ്ഥാനമെന്നും നരേന്ദ്രമോദി. വിദൂര, അതിർത്തി, തീരദേശ, ദ്വീപ് മേഖലകളുടെ വികസനം കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനകളെന്ന് പ്രധാനമന്ത്രി. ഭാരതത്തെ വികസിത രാജ്യമാക്കുന്നതിൽ ലക്ഷദ്വീപിന് വലിയ പങ്ക് വഹിക്കാനാകുമെന്ന് നരേന്ദ്രമോദി. ആത്മനിർഭർ ഭാരത് ഉത്സവിന് ന്യൂഡൽഹിയിൽ തുടക്കം. ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതി രാജ്യത്തിന്റെ വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇറാനിൽ ഇരട്ട സ്ഫോടനത്തിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. ആക്രമണം സൈനിക കമാൻഡറായിരുന്ന ഖാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷിക ചടങ്ങിനിടെ. അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഇന്ന് കൊല്ലത്ത് തുടക്കം. രാവിലെ 10-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. മത്സരം അരങ്ങേറുന്നത് 24 വേദികളിൽ. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ലീഡ്. മുഹമ്മദ് സിറാജിന് 6 വിക്കറ്റ് നേട്ടം. ആദ്യ ദിനം ഓൾ ഔട്ടായി ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും. ഈ വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ദൂരദർശൻ വാർത്തകൾ കേരള DD ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ തത്സമയം ലഭ്യമാണ്. പ്രധാന വാർത്തകൾ 10 മണിക്ക്. നമസ്കാരം.